നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സുഹൃത്ത് സനൂപിൻ്റെ ജർമ്മനിയിലെ വീട്ടിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് പുള്ളിയുടെ വാങ്ങിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കീബോർഡിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് കേരളത്തിൽ പുള്ളി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ തിരിച്ച് ജർമ്മനിയിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ലാപ്ടോപ്പിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അത് ഹൈലി റിപ്പയറബിൾ ആണ്. അതിൻ്റെ ഓരോ പാർട്ടും നമുക്ക് മദർ ബോർഡ് അടക്കം മാറ്റി വെക്കാൻ പറ്റും. അതുപോലെ ഓരോ പാർട്ടും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അസംബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിനക്സ് ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് ഫ്രീ സോഫ്റ്റ്വെയറുകളുടെ ഡ്രൈവറുകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലിനക്സ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ലാപ്പിൽ ഇവിടെ നോക്കിയാൽ ഇത് മൊഡ്യൂളുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തത് ഇത് C to C തന്നെയാണ്. ഇവിടെ C ആണ്. ഇവിടെ നമുക്ക് അടുത്തതും കുറച്ച് പണിയെടുക്കാനുള്ളത് പോരാൻ ഇത്തിരി പവർ കൊടുത്താൽ കിട്ടുള്ളൂ. ഓക്കെ, ഇതും കണ്ടോ, ഇത് ഡിസ്പ്ലേ പോർട്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ C ആണ് വരുന്നത്. ഈ Cയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഏതിലേക്കും മാറ്റാം. അപ്പോൾ ഇത് ഡിസ്പ്ലേ പോർട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. HDMI കിട്ടും അല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കത് വാങ്ങണ സമയത്ത് ഏതൊക്കെ വേണം എന്ന് വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഓരോ എക്സ്ട്രാ മൊഡ്യൂൾ മാത്രമായിട്ട് മേടിക്കാൻ പറ്റും. അതാണ് €10 മൊഡ്യൂളിന്. ഇത് നമ്മുടെ RJ45 എതർനെറ്റ് കേബിൾ, ഇത് USB A. അപ്പോൾ USB എന്നതിന്റെ കൂടെ വരുന്നില്ല ഡിഫോൾട്ടായിട്ട് ഒക്കെ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ നാളിലാണ് ആകുള്ള ഓപ്ഷൻ ആകുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാറ്റാം. ഓക്കെ, അത് മെയിൻ ബെനിഫിറ്റ് അറിയുന്നത് ഇപ്പോൾ നമ്മളെ ചാർജിങ് USB-C അല്ലേ. ഇവിടെ ചാർജർ പ്ലഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലഗ് പോയിന്റ് ആണ് ഇവിടെ വെക്കാം. അത് അല്ല, ഇവിടെയാണ് പ്ലഗ് പോയിന്റ്, അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര പോർട്ട് വേണമെങ്കിലും വാങ്ങാം. എന്നിട്ട് ഇങ്ങനെ ചില ആൾക്കാർ 3D പ്രിന്റ് ചെയ്തിട്ട് ഇങ്ങനെ പോർട്ടുകൾ കൊണ്ടുനടക്കാൻ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ടുനടക്കാൻ പറ്റിയ ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ബോക്സ് സെപ്പറേറ്റ് കൊണ്ടുനടക്കാം. അപ്പോൾ ഇതിന്റെ കൂടെ കിട്ടിയതല്ല, വേറെ പ്രിന്റ് ചെയ്താണ്. 3D പ്രിന്റ് ചെയ്താണ്. അപ്പോൾ ഇതിന്റെ മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. അതിന്റെ കമ്മ്യൂണിറ്റി, ഫ്രെയിംവർക്കിന്റെ കമ്മ്യൂണിറ്റി കുറച്ച് ഇപ്പോൾ വലുതായി വരുന്നുണ്ട്. കാരണം കമ്പനി സൈഡിൽ നിന്നും കൂടുതൽ സപ്പോർട്ട് വരുന്നതുകൊണ്ട് അത് വലുതായി വരുന്നുണ്ട്. പ്ലസ് ഇങ്ങനത്തെ ഇതിന്റെ മെഷർമെന്റ് ഉണ്ടല്ലോ, ഫിസിക്കൽ മെഷർമെന്റ്, ഒരു സാധനം ഡിസൈൻ ചെയ്യണമെങ്കിൽ അതൊക്കെ ഓപ്പൺ സോഴ്സ് ആണ്. ഇൻക്ലൂഡിങ് ഈ ഇതിന്റെ ഫ്രെയിം, അതിൻ്റെ ഉള്ളിലുള്ള സ്ക്രൂവിന്റെ കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് ഡിസംബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടണമെങ്കിലാണ് പാട്. അത് കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ അവര് തന്നെ ടൂള് തരുന്നുണ്ട്. ഇത് അവര് തരുന്ന ടൂളാണ്. അപ്പൊ ഇതിലെ എല്ലാ സാധനങ്ങളും ഓപ്പൺ ചെയ്യാനും ശരിക്കും ഒരു ടൂള് മതി. സാധാരണ നമ്മുടെ വേറെ ഓരോന്നിനും വേറെ സാധനങ്ങൾ, മാക്കിന്റെ ആണെങ്കിൽ ഓരോ പ്രത്യേക സ്ക്രൂ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഈ രണ്ട് സാധനവും 2 ടൈപ്പ് സ്ക്രൂ ഉണ്ട്. ആ 2 ടൈപ്പ് അതിൽ തന്നെ ഉണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണമെങ്കിൽ അതിനുള്ള സാധനം കൂടി അതിൽ സ്ക്രൂ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ എൻ്റെ ലാപ്പിന് വേണ്ടി അവിടെ €20 കൊടുത്തിട്ട് വാങ്ങി. അപ്പോൾ അതിൽ എല്ലാ ഉള്ള സാധനം, പിന്നെ ഇതിന് വേറെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പെൻഡലോപ്പ് സ്ക്രൂ ആണ്. അത് പ്ലസ് ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. അതായത് നമ്മൾ സ്ക്രൂ ചാടി പോകുന്നില്ല. അതിപ്പോൾ എൻ്റെ തിങ്ക് പാഡിലാണ് തന്നെ. അത് നമ്മൾ പകുതി ഊരിയാൽ മതി. ഐ മീൻ കൈ പോരണ്ട, കേസ് അവിടെ തന്നെ നിൽക്കും. അതെ, ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ കുഴപ്പമാണ് വിചാരിച്ചു. പിന്നെ വേറെ ഇതിൽ കുറച്ചുകൂടി നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇത്രയും അയച്ചല്ലോ നമ്മള്, ഈ സ്ക്രൂ പ്രത്യേക സ്ക്രൂ ആണ്. ഇതിനെ പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പുറത്തേക്ക് ഈ ഭാഗം തുറയും. ഇപ്പോൾ ഇത് തുറന്നു. ഇത് ഈ സ്ക്രൂ അയക്കുക, തിരിച്ചു വെക്കുക, എന്നിട്ട് ഇതിനെ തുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കേണ്ട സാധനം ഇതാണ്. ഇപ്പോൾ ഇവിടെ തുറന്നല്ലോ ആ സ്ക്രൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് കാന്തമുള്ളതുകൊണ്ട്
പിന്നെ ഈ വയറ് ഈ കാന്താണ് ഇത് പിടിച്ചു നിർത്തുന്നത്. ഇതൊക്കെ സ്ക്രൂ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ കണക്ഷനാണ്. അതും ഈ പറഞ്ഞ ഇതിമ തന്നെ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ഇതാവണ്ടെന്ന് കരുതിയിട്ട് കണ്ടില്ല, അത് കയ്യെ കണ്ടുള്ളൂ. സോറി ഇങ്ങനെ ഒരു ടാഗ് ഉണ്ട് ഇതിമ തന്നെ. അങ്ങോട്ട് കാണിക്കാം. സാധാരണ ഒരു സ്ക്രൂ ഇങ്ങനത്തെ ടാഗുകളൊക്കെ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനത്തെ ടാഗുകളൊക്കെ വലിക്കുമ്പോൾ സാധാരണ ഈ സ്ട്രാപ്പ് കേടുവരാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടാഗ് വെച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് പിന്നെ റിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കീബോർഡും ടച്ച് പാഡും ഒരു ഫിംഗർ പ്രിന്റ് റീഡറും ഫുൾ ഇതാണ്. തന്നെ. അപ്പോൾ നമുക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ മാറ്റാം. കീബോർഡ് ലേഔട്ട് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ കീ ടൈപ്പ് മാറ്റാനൊക്കെ പറ്റും. മെക്കാനിക്കൽ കീബോർഡ് ഇത് അത്യാവശ്യം നല്ല കീ ആണ്. വേറെ കീ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. മെക്കാനിക്കൽ കീബോർഡിന്റെ അത്രയും ഇത് വന്നിട്ടില്ല, കാരണം തിക്നെസ് കൂടുതൽ. വേറെ ടൈപ്പ് കീസും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കീ ഒക്കെ ഉണ്ട്. പിന്നെ കസ്റ്റം ഇത് മറ്റേ ആപ്പിളിന്റെ പോലെയാണ്. അതായത് മറ്റേ എന്താ ഗ്ലാസ് ടച്ചോ അങ്ങനെ എന്തോന്നല്ലേ അതിൻ്റെ പേര്. അതേപോലെ തന്നെ ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്. മറ്റേ ഇതില്ല, ആപ്പിളിൻ്റെ ന്യൂ മോഡലിലുള്ള ഒരു. പിന്നെ ഓരോ പാർട്ടിൻ്റെ റിപ്പയർ ഗൈഡും ഇതിൻ്റെ ഇതൊക്കെ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് റിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കീബോർഡിന്റെ പാർട്സ് തന്നെയല്ലേ? കീബോർഡും ടച്ച് പാഡും എല്ലാം. ഇനി ഇതൊക്കെ ചെയ്യണം. ഇതിന്റെ സ്കീമൊക്കെ അവൈലബിൾ ആണ്. ഫുള്ളി അവൈലബിൾ അല്ല, പല പാർട്ടുകളും മിസ്സിംഗ് ഉണ്ട്, പക്ഷേ ഏറെക്കുറെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ബാറ്ററി മാറ്റണമെങ്കിൽ ബാറ്ററിന്റെ ടൈപ്പ്, അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൊടുത്താൽ നേരെ അതിന്റെ ഡോക്യുമെന്റേഷനിൽ പോകും നമുക്ക് റീ ഓർഡർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇതിന് എടുത്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനും ഇതേ സെയിം സ്ക്രൂ ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. സെയിം സ്ക്രൂ ആണ്, അതിന് വേറെ സ്ക്രൂ ഡ്രൈവർ വേണ്ട, സെയിം സാധനം തന്നെ. പിന്നെ സ്പീക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ലൗഡായ സ്പീക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ, അവരെ മാർക്കറ്റിൽ. പിന്നെ തേർഡ് പാർട്ടി അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും ചെയ്യാം. പിന്നെ വൈഫൈ ആണോ? വൈഫൈ കാർഡ് മാറ്റണമെങ്കിൽ അത് മാറ്റാം. പിന്നെ ഇപ്പോൾ ഇത് സ്റ്റോറേജ്, ഇവിടെ റാമൊക്കെ ഞാൻ പിന്നെ വാങ്ങിയിട്ടാണ്, അവരെത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല. ഇതും ഞാൻ വാങ്ങിയത് തന്നെയാണ്. SSD മറ്റേ വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ബ്ലാക്ക് 1 TB. പിന്നെ SSD റാം ഒക്കെ നിങ്ങൾ വേറെ ഓർഡർ ചെയ്താണ്. കുറച്ച് കാശ് കുറക്കാൻ, അവരെ പ്രൈസിനേക്കാളും കുറച്ച് വാങ്ങാന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാരെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ടീമിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ കുറെ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ്, ഇന്ത്യക്കാരനപ്പോ നീരവാണ് ഇതിന്റെ ഇന്ത്യൻ സിറ്റിസൺ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇന്ത്യക്കാരനാണ് ആള്. അയാളാണ് ഇതിന്റെ ഫൗണ്ടിങ് മെമ്പർ ഒരാളാണ്. അതിൽ കുറെ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ആപ്പിളിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ ഡിസൈനിൽ അതിന്റെ ആപ്പിൾ ഡിവൈസ് റിപ്പയർ ചെയ്ത ഒരാൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഏകദേശം അതുപോലെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം എന്താണ്, ഈ ബോർഡ് മൊത്തം ഇപ്പോൾ നമുക്ക് അയച്ച് വേറെ ബോർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക ഹൈലൈറ്റ്. അതാണ്, അതായത് പുതിയ പ്രോസസ്സറും പുതിയ ഫീച്ചേഴ്സുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇത് AMDന്റെ 7040 എഡിഷൻ ആണ്. ഇപ്പോൾ പുതിയൊരു ബോർഡ് വന്നിട്ടുള്ള AI സീരീസിലൊരു ബോർഡ് വന്നിട്ടുണ്ട് AMDന്റെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എനിക്ക് മൊത്തം ലാപ്ടോപ്പ് മാറ്റാതെ വെറും ബോർഡ് മാത്രം വാങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ T480 ഉള്ളത്, അതിലാണെങ്കിൽ ഇപ്പോൾ i5 8th Gen ആണ്. അപ്പൊ എനിക്കത് അടുത്ത പ്രോസസറിലേക്ക് മാറ്റുന്ന വെച്ചാൽ നടക്കൂല, ഫുൾ ലാപ്ടോപ്പ് മൊത്തം മാറ്റണം. അതിന് പകരം ഇത് മാത്രം മാറ്റിയാൽ മതി. അപ്പൊ നമ്മളെ ഈ മോണിറ്ററും അത്രയും കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. മോണിറ്റർ, കീബോർഡ്, ബാക്കി ഒന്നും മാറ്റണ്ട. ആ ഒരു മദർ ബോർഡിന്റെ ഈ ഒരു പീസ് മാത്രം മാറ്റല്ലേ. മാത്രമല്ല ഈ ബോർഡ് ഇതിന്റെ ഒക്കെ മെഷർമെന്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ബോർഡിന്റെ ഡിസൈനും അതിന്റെ മെഷർമെന്റും അവൈലബിൾ ആയപ്പോ കുറെ ആൾക്കാർ അത് 3D പ്രിന്റ് ചെയ്ത് നമ്മളെ സ്റ്റീം ഡെക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ, ഇപ്പൊ എന്റെ ഒരു കൊലീഗ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പഴയ ബോർഡിനെ സ്റ്റീം ഡെക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ എന്തെങ്കിലും കോമ്പണൻസ് ഒക്കെ ഇടുന്നു കഴിഞ്ഞാൽ പഴയ ബോർഡ്, അതായത് ഇന്റൽ ബോർഡിന്റെയും ഈ ബോർഡിന്റെ ഏകദേശം ഇലക്ട്രോണിക് സ്കീം അവൈലബിൾ ആണ്. അപ്പോൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കില്ലുള്ള ആൾക്കും എക്യുപ്മെന്റ്സ് ഉള്ള ഒരാൾക്കും റിപ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കപ്പാസിറ്റർ പോവേ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ റിപ്പയർ ചെയ്യാനും പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡ്. പിന്നെ പ്രൈസിങ് കമ്പയർ ടു, അതായത് ഇതേ സ്പെക്ക് വെച്ച് വേറൊരു ലാപ്ടോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ആണ്. കാരണം അത് ചെറിയ പ്രൊഡ്യൂസർ അല്ലേ, ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ലെനോവോ പോലെ ഒരു വലിയ പ്രൊഡ്യൂസർ അല്ലാത്തതുകൊണ്ട് അവർക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഹാർഡാണ്. പക്ഷേ ഏറെക്കുറെയൊക്കെ ജസ്റ്റിഫയബിൾ ആണ്, ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഇതിൻ്റെ പിന്നെന്താ ഫ്രെയിമിൻ്റെ ബേസിൽ മാറ്റാൻ പറ്റും. അതായത് മോണിറ്ററിൻ്റെ ഇവിടുന്ന് ഊരുന്ന രീതി ഞാൻ മറന്നിട്ടുണ്ട്, എങ്ങനെയായിരുന്നു ഫ്രെയിം വർക്കിൻ്റെ ഫ്രെയിം ഇത് കളറൊക്കെ മാറ്റാം. വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്, പിങ്ക് അങ്ങനെയൊക്കെ പല കളേഴ്സൊക്കെ ഉണ്ട്. ഇത് മൊത്തം പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ വെച്ചിട്ടല്ല, ഇവിടെയൊക്കെ ഉള്ള മാഗ്നറ്റാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയി. പിന്നെ ഇത് കളറ് മാറ്റാൻ പറ്റും, അത് ഊരാൻ ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്രെയിം മാറ്റാം. ഇത് മാത്രമായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാം. ഇപ്പം ഇത് പൊട്ടിയാൽ പോലും ഇത് ഓർഡർ ചെയ്യാം. ഇപ്പം €10 എത്രയാണ്, അത്യാവശ്യം ക്വാളിറ്റി. ഇതിപ്പോ മാഗ്നറ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അളകുന്നു എഴുതുന്നത്, അളകുന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവസി ഫ്രണ്ട്ലിയാണ് മറ്റൊരു സാധനം അല്ലേ. അപ്പൊ നമുക്കിപ്പോ ഇത് ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കും ക്യാമറയും ഓഫാണ്, ഫിസിക്കലി ഓഫാണ്. പിന്നെ ഒന്ന് ഇപ്പൊ ഈയിടെ അപ്ഡേറ്റ് ചെയ്ത ക്യാമറ ഹൈ ക്വാളിറ്റിയാണ്. അതായത് സാധാരണ PC ലാപ്ടോപ്പുകളുടെ ക്യാമറകൾ ക്വാളിറ്റി കുറവാണ് കമ്പയർ ടു ആപ്പിളിന്റെ എയർബുക്ക് ഒക്കെ. അപ്പോൾ അതുപോലെ ഹൈ ക്വാളിറ്റി ആക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ക്യാമറയിൽ. ചെറിയ സ്പേസ് ആണെങ്കിലും പുതിയ ക്യാമറയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഇന്റേണൽ ഡീറ്റെയിൽസും അവർ പ്രോസസ്സ് പോയതൊക്കെ അവരെ യൂട്യൂബിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നീരവനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ റിസ്കുകൾ അവർ ഫേസ് ചെയ്തു എന്നൊക്കെയുള്ള. തിരിച്ചു വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ലെഗോ കണക്ടറാണ്, എളുപ്പം. പിന്നെ ഇതിൽ വിൻഡോസ് എന്നുള്ള കീ ഇല്ല, സൂപ്പർ ആണ് നമ്മൾ കീയിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വിൻഡോസിന്റെ ഉണ്ട്. ഞാൻ സൂപ്പർ എന്നുള്ള സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ടക്സീഡോള്ള സാധനം ഉണ്ടാവും. ടക്സീഡോ ഉള്ളത് അതിലില്ല, അതിൽ സൂപ്പർ എന്നാ വരുന്നത്. അതും ഇനി വരികയായിരിക്കും. ഒന്നുമില്ലാത്തതും ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്. ഇതും പല കളറിൽ കിട്ടും. ഇപ്പോ ഈ കണക്ടറും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഉണ്ട്. അവിടുത്തെ മറ്റേത് രണ്ടും അതിൻ്റെ ഉള്ളിലാണോ ബോക്സിൽ വെച്ചു. നമ്മൾ വിജയകരമായി തിരിച്ചു വെച്ചു. ഓണാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് പാസ്വേഡ് അടിച്ചാൽ മതി. ഓക്കെ, ലോഡായി വന്നു. ആർച്ച് ഡിലക്സ് ആണ് കിടക്കുന്നത്. ഡിസ്പ്ലേ 2.8K ആണ്. അപ്പോൾ നമുക്ക് സ്കെയിലിംഗ് 2% DPI സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റെറ്റിന ഡിസ്പ്ലേ പോലെ കിട്ടും. പിന്നെ 220 Hz ആണ് തോന്നുന്നുണ്ട് റിഫ്രഷ് റേറ്റ്. 120 Hz. അപ്പോൾ നമുക്ക് കോഡിങ്ങിനൊക്കെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഡിസ്പ്ലേ തോന്നുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റിൽ ബാറ്ററി യൂസേജ്. സാധാരണ ലിനക്സ് ഇപ്പോൾ മറ്റു PCകളൊക്കെ ഇപ്പോൾ മാക് ബുക്കും ലിനക്സും ലിനക്സ് നല്ല PC വിൻഡോസ് ആണെങ്കിൽ പോലും മാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ പവർ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും ലിനക്സിൽ. വിൻഡോസിനേക്കാളും മോശമാണ് ശരിക്കും ലിനക്സിൽ. ഇതിൽ കുറച്ച് അഡീഷണൽ സർവീസസ് ഞാൻ റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ 9 വാട്ടിൽ വരുന്നത്. അത് 3 വാട്ടിക്ക് വരെ എനിക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പം ബാക്കപ്പ് നല്ലോണം കിട്ടലുണ്ട്. ഇന്റേണലി ഞാൻ കുറച്ച് ആവശ്യമില്ലാത്ത സർവീസസ് റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ 7 ആയത്. 3 വാട്ട് വരെ എനിക്ക് കുറക്കാൻ പറ്റിയിരുന്നു ഐഡിൽ സ്റ്റേറ്റിൽ. അപ്പോൾ ഐഡിയലായി കിടക്കുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം ബാക്കപ്പ് കിട്ടും. ഇതിലിപ്പോൾ 9-11 കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കോട് 6-7 hours ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് സ്റ്റേറ്റിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഹൈബർനേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ, മാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആണ് അതിൽ. അത് ലിനക്സ് കേർണലിൽ കുറേ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം കാരണം ഇപ്പോഴും അത് ശരിയായിട്ടില്ല. പക്ഷെ അതിലും കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ എല്ലാ സെൻസേഴ്സും വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ആംബിയൻ സെൻസർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഓൾറെഡി ഡ്രൈവറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അവർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന OS ഫെഡോറ ലിനക്സ് ആണ്. അപ്പോൾ ഫെഡോറ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അപ്പോൾ ആർച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്യണം. പിന്നെ ഇപ്പം എന്താണ്, ഇങ്ങനെയൊക്കെയാണ്. രണ്ടും ഉണ്ട്, പ്രീ ബിൽറ്റും ഉണ്ട്, DIY ഉണ്ട്. ഞാൻ DIY എടുത്തത്. അതിനെന്തോ കുറച്ച് കാശ് കുറയും. അതായത് DIY എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഈ നമ്മളെ കീബോർഡ് കണ്ടില്ലേ, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി എല്ലാം ഉണ്ടാവും. പിന്നെ ഈ ഫ്രെയിം വെച്ചിട്ടുണ്ടാവില്ല, അത്രേ ഉള്ളൂ. പിന്നെ മറ്റേ റാമും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങണം. പിന്നെ ഈ കണക്ടേഴ്സ് ഒക്കെ വേറെ ബോക്സിലായിരുന്നു. അപ്പൊ നമുക്കൊരു ഫീൽ കിട്ടാൻ ഫീൽ അതുണ്ടാവും. പിന്നെ അവർ പ്രീ ബിൽറ്റ് ആയിട്ടും തരും. OS സെലക്ട് ചെയ്താൽ വിൻഡോസ് അടക്കം, വിൻഡോസും പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന എല്ലാ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിനക്സിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ലിനക്സിലാണ് സാധാരണ പ്രോബ്ലംസ് ഉണ്ടായാൽ. പിന്നെ പൊതുവെ അവരെ സൈഡിൽ നിന്നും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കമ്മ്യൂണിറ്റിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ പറയുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്ത് ഡ്രൈവേഴ്സ് ഇറക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു അതായത് ലോങ് ചാർജ് ചെയ്ത് വെക്കുന്ന ആൾക്കാരെ ബാറ്ററി വീക്കാകുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജനറലി ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ ബയോസിൽ നമ്മൾ മാക്സിമം ചാർജ് ചെയ്യുന്ന ഇത് ലിമിറ്റ് ചെയ്യും. മാക്കിലൊക്കെ ഉള്ളത് നല്ലൊരു ഫീച്ചറാണ് അത്. അത് വലിയൊരു ബഗ് ഉണ്ടായിരുന്നു. അത് അവർ റീഫിക്സ് ചെയ്ത് അതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം വർക്ക് ലാപ്ടോപ്പ്. അതിനെ മൊത്തം അയച്ച് പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പല വീഡിയോകളുമായിട്ട് മുന്നിലേക്ക് കമ്പ്യൂട്ടിങ്ങിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. കാണുന്നുണ്ടോ മനസ്സിലാവും. അതൊരു അസംഷനാണ്. എൻ്റെ സ്കില്ല് വെച്ചുകൂടി.